ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് മരണത്തിനു ശേഷവും ഒരുപാട് ആളുകളുടെ ശാപം കേൾക്കേണ്ടി വന്ന രണ്ട് വ്യക്തികളുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അഡ്വക്കേറ്റ് BA ആളൂർ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ചാനൽ തന്നെ എപ്പിസോഡുകൾ ചെയ്തിരുന്നു. അതിൻ്റെ താഴെ വന്ന പ്രതികരണങ്ങൾ എല്ലാം തന്നെ BA ആളൂരിനെ വിമർശിച്ചു കൊണ്ടുള്ളതായിരുന്നു. നിരവധി ആളുകളുടെ പ്രതികരണങ്ങൾ കുന്നുകൂടിയ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. ആളൂരിനെതിരെ വന്ന കമൻറ്റുകൾ ഏകദേശം 1 ലക്ഷത്തോളം ഉണ്ടെന്നാണ് ഏകദേശം കണക്ക്. എന്തുകൊണ്ട് ആളൂരിന് ഇങ്ങനെ ഒരു പ്രതിഷേധം മരണത്തിന് ശേഷവും ലഭിച്ചു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട കേരളത്തിൽ നടന്ന കുപ്രസിദ്ധമായ ചില കൊലപാതകങ്ങളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായത് ആളൂർ ആയിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ചില കേസുകൾ നമ്മൾ ആളൂർ എങ്ങനെയാണ് വാദിച്ചു ജയിച്ചത് എന്ന് അറിയാൻ നിങ്ങൾക്ക് കൗതുകമുണ്ടാകും. അങ്ങനെയുള്ള ചില കേസുകൾ ഈ പ്ലാറ്റ്ഫോം, അതായത് ന്യൂസ് പ്ലസ് എന്ന് പറയുന്ന ഈ ചാനലിൽ ഉൾപ്പെടുത്തുകയാണ്. അതിൽ ആദ്യത്തേത് സൗമ്യ ഗോവിന്ദച്ചാമി കേസാണ്. ആ കേസിൽ എന്തൊക്കെയാണ് കോടതിയിൽ ആളൂർ ചൂണ്ടിക്കാണിച്ചതെന്നും ഈ ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷയിൽ നിന്നും എങ്ങനെ ഈ ആളൂർ രക്ഷപ്പെടുത്തി കൊടുത്തു എന്നുള്ളതും നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ ആദ്യ എപ്പിസോഡിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ഈ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അയാൾ ജയിലിലുമാണ്. ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ട്രയൽ കോടതി, ഫസ്റ്റ് ട്രയൽ കോർട്ട് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി തൃശ്ശൂറായിരുന്നു. അവിടെ ഹാജരായതും ഈ ആളൂരായിരുന്നു. തുടർന്ന് അവിടെ വധശിക്ഷ ലഭിച്ചതിന് ശേഷം അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചതും ഈ പ്രതിക്ക് വേണ്ടി ആളൂരായിരുന്നു. അവിടെയും ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ വധശിക്ഷ ശരിവെച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയപ്പോഴും ആളൂർ തന്നെയായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത്. അവിടെ സുപ്രീം കോടതി ആണ് വധശിക്ഷ ഒഴിവാക്കി ജീവപര്യന്തമാക്കി മാറ്റിക്കൊടുത്തത്. ബലാത്സംഗത്തിനും മോഷണത്തിനും ആക്രമണത്തിനും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ശിക്ഷ വിധിച്ചെങ്കിലും ഈ മരണത്തിന് കാരണമായ തലയ്ക്കടി ഈ ബോധപൂർവം നടത്തിയതല്ല എന്നും ഈ പെൺകുട്ടി ജയിലിൽ നിന്നും സ്വയം ചാടിയതുകൊണ്ട് വന്നതാണെന്നും ഒക്കെ വാദിച്ചാണ് ഈ ആളൂർ ജീവപര്യന്തത്തിലേക്ക് മാറ്റി വധശിക്ഷ ഒഴിവാക്കിയത്. ഈ കേസിൻ്റെ നാൾ വഴികൾ നമുക്ക് നോക്കാം. ഈ 23 വയസ്സുള്ള സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി എറണാകുളത്തൊരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ പ്രതിശ്രുത വരൻ എന്ന നിലയിൽ അനൂപ് എന്ന് അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുമായി വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരുന്നു. 2011 ഫെബ്രുവരി 2 ഷൊർണൂറിലുള്ള ഈ സൗമ്യയുടെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയ ചടങ്ങ്. അതിനു വേണ്ടി ആണ് ഈ പെൺകുട്ടി ഷൊർണൂറിലേക്ക് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2011 ഫെബ്രുവരി 1 വൈകുന്നേരം 5:30 ഈ ഷൊർണൂറിലുള്ള വീട്ടിലേക്ക് പോകാനായി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ കയറിയത്. സൗമ്യ ഈ ട്രെയിനിലെ അവസാന കമ്പാർട്ട്മെൻറ്റിലെ വനിതാ ഡിവിഷനിൽ കയറി ഇരുന്നു. ഈ സൗമ്യ കമ്പാർട്ട്മെൻറ്റിലെ വനിതാ ഡിവിഷനിൽ മറ്റ് യാത്രക്കാരും അപ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ മുള്ളൂർക്കരയിൽ ട്രെയിൻ എത്തിയപ്പോൾ കമ്പാർട്ട്മെൻറ്റിലെ ഈ സ്ത്രീകൾ എല്ലാം തന്നെ ഇറങ്ങിപ്പോയതുകൊണ്ട് സൗമ്യയും അവരോടൊപ്പം ഇറങ്ങി അവസാന കമ്പാർട്ട്മെൻറ്റിന് തൊട്ട് മുന്നിലുള്ള വനിതാ കോച്ചിൽ തിടുക്കത്തിൽ കയറുകയായിരുന്നു. ഈ ട്രെയിൻ വള്ളത്തോർ നഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ കുറച്ചു നേരം നിർത്തിയിട്ടിരുന്നു. പ്രോസിക്യൂഷൻ പറഞ്ഞതനുസരിച്ച് സൗമ്യ മരണപ്പെട്ട ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി വനിതാ കമ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കാണെന്ന് പ്രതി മനസ്സിലാക്കി. ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷൊർണൂറിലേക്ക് നീങ്ങിയ ഉടൻ തന്നെ
ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന പ്രതി വനിതാ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചാടിക്കയറുകയായിരുന്നു. കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഈ സൗമ്യ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഗോവിന്ദച്ചാമി അതിനകത്തേക്ക് ചാടിക്കയറിയത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. തുടർന്ന് ഈ ഗോവിന്ദച്ചാമി സൗമ്യയെ ആക്രമിക്കാൻ തുടങ്ങി. അവളുടെ തല കമ്പാർട്ട്മെൻറ്റിൻ്റെ ചുമരുകളിൽ ആവർത്തിച്ചാവർത്തിച്ച് ഇടിച്ചു. തുടർന്ന് സൗമ്യ നിലവിളിക്കുകയും ചെയ്തു. ഈ ട്രെയിനിൽ നിന്ന് പ്രതി സൗമ്യയെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിടുകയും അവളുടെ മുഖത്തിൻ്റെ ഒരു വശം റെയിൽവേ ലൈനിൻ്റെ ക്രോസ് ഓവറിൽ ഇടിക്കുകയും ചെയ്തു. ഓടുന്ന ട്രെയിനിൻ്റെ മറുവശത്ത് നിന്ന് താഴേക്ക് ചാടിയ ഗോവിന്ദസ്വാമി ട്രാക്കിൻ്റെ അരികിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് എടുത്ത് ഈ സൗമ്യയെ മാറ്റി അവിടെ വച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. തുടർന്ന് അവളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുകയും സ്ഥലം വിടുകയും ചെയ്തു. ഈ വനിതാ കമ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ടോമി ദേവസ്യ എന്ന വ്യക്തിയും അബ്ദുൾ ഷുക്കൂർ എന്ന വ്യക്തിയും യാത്ര ചെയ്തിരുന്നു. സാക്ഷികൾ മരിച്ച സൗമ്യയുടെ നിലവിളി കേട്ടതായി പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തു. ട്രെയിൻ നിർത്താൻ അലാറം ചെയിൻ വലിക്കാൻ ആഗ്രഹിച്ചെങ്കിലും കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന ഒരു മധ്യവയസ്കൻ സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടുവെന്നും ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നമുക്കിനി കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ട്രെയിനിൻ്റെ ചെയിൻ പിടിച്ചു വലിക്കുന്നതിൽ നിന്നും മറ്റ് രണ്ടുപേരെയും തടസ്സപ്പെടുത്തി. 10 മിനിറ്റിനുള്ളിൽ ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ 2 പേരും ഓടി എത്തി ഈ ഗാർഡിനോട് ഈ വിവരം പറയുകയാണ് ചെയ്തത്. പ്രതിയെയും ഇവർ അന്വേഷിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുള്ളിൽ തന്നെ ഗോവിന്ദച്ചാമി എവിടെയോ മറഞ്ഞ് കഴിഞ്ഞിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിയ സൗമ്യയെ റെയിൽവേ ട്രാക്കിൻ്റെ അരികിൽ തന്നെ കണ്ടെത്തി. തുടർന്ന് അന്വേഷണത്തിലാണ് ഗോവിന്ദച്ചാമിയെ അറസ്റ്റ് ചെയ്തത്. മരിച്ചയാളെ ആശുപത്രിയിലേക്ക് മാറ്റി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഫെബ്രുവരി 6-ന് അവിടെ വെച്ച് ഗുരുതര പരിക്കുകളോട് ആ പെൺകുട്ടി മരണപ്പെടുകയായിരുന്നു. റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുമ്പോൾ അവൾക്ക് പാതി ജീവൻ ഉണ്ടായിരുന്നു. ഗുരുതര പരിക്കുകൾ ഉണ്ടായ സാഹചര്യത്തിൽ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ 6 ദിവസങ്ങൾ മാരകമായ അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടിയുടെ സ്ഥിതി. തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് 83 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 100-ലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കി. ഇതിൽ സാക്ഷികളായി എത്തിയ ആളുകളുടെ മൊഴികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും DNA പ്രൊഫൈലും ഒക്കെ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിക്കുകയും ചെയ്തു. വനിതാ കമ്പാർട്ട്മെൻറ്റിന് തൊട്ടുമുന്നിൽ ഘടിപ്പിച്ചിരുന്ന ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് സാക്ഷികൾ യാത്ര ചെയ്തിരുന്നത്. വനിതാ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിലും നിലവിളിയും കേട്ടതായി ഇവർ 2 പേരും മൊഴി നൽകിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ അലാറം പിടിച്ചു വലിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഈ മധ്യവയസ്കനാണ് അതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചത്. പ്രശ്നം കൂടുതൽ വഷളാക്കണ്ട എന്നു പറഞ്ഞാണ് ഇവരെ ഈ ചെയിൻ പിടിക്കുന്നതിൽ നിന്നും അദ്ദേഹം തടസ്സപ്പെടുത്തിയത്. ഇവർ ഗാർഡിൻ്റെ അടുക്കൽ ഷൊർണൂറിൽ എത്തിയപ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ എല്ലാം പറയുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആദ്യത്തെ ഈ കോടതിയിൽ വന്നിട്ടുള്ള പ്രോസിക്യൂഷൻ്റെ വാദഗതികൾ. ഈ പ്രോസിക്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ കോടതി മറ്റ് ചില കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. ഇതിനകത്ത് കോടതി കണ്ടെത്തിയത് മോഷണത്തിനിടെ പരിക്കേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷയ്ക്ക് ഗോവിന്ദച്ചാമി അർഹനാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കൊലപാതകം നടന്നിട്ടില്ല, ബലാത്സംഗം നടന്നു, മോഷണത്തിനിടെ പരിക്കേൽപ്പിക്കൽ നടന്നു.
ഇതെല്ലാം ചേർത്തുകൊണ്ട് സെക്ഷൻ 447, 376 എന്ന ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വിധിയിലേക്ക് പോയത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട വന്ന ചില കാര്യങ്ങളും ഇനി അതിനകത്ത് നമ്മുടെ ആളൂർ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും നിങ്ങൾ കേൾക്കുക. ഈ പ്രതി എന്ന് പറയുന്ന ഗോവിന്ദചാമിക്ക് ആനുകൂല്യമായി കിട്ടിയ ചില കാര്യങ്ങൾ, ഗോവിന്ദചാമി ഈ പെൺകുട്ടിയായ സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടിട്ടില്ല. സ്വരക്ഷയ്ക്ക് വേണ്ടി സൗമ്യ ട്രെയിനിൽ നിന്നും ചാടിയതാണ്. അങ്ങനെ ചാടിയതുകൊണ്ട് ഉണ്ടായ പരിക്ക് കാരണമാണ് സൗമ്യ മരണപ്പെട്ടത്. 2 പരിക്കുകൾ സൗമ്യയ്ക്കുണ്ടായിരുന്നു. ഒന്ന്, തല ഒരു പ്രതലത്തിൽ അടിച്ചതിനെ തുടർന്നുള്ള പരിക്ക്. അത് ഗോവിന്ദചാമി വരുത്തിയത് തന്നെയാണെന്ന് പ്രതിഭാഗം സമ്മതിക്കുകയും ചെയ്തു. അതായത് ആളൂരിൻ്റെ വാദത്തിൽ ആളൂർ അത് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ തുടർന്ന് ഈ പെൺകുട്ടി സ്വയം ഈ റെയിൽവേ ട്രാക്കിലേക്ക് ചാടിയപ്പോൾ തല ട്രാക്കിൽ അടിച്ചുണ്ടായ പരിക്കാണ് മരണത്തിൻ്റെ കാരണം. ഈ ഗോവിന്ദചാമി ട്രെയിനിൽ നിന്നും ഇറങ്ങി സൗമ്യയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് പ്രതിഭാഗം അംഗീകരിക്കുന്നു. ആളൂർ ആ വാദം ശരിവെക്കുന്നു. ആളൂരിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഗോവിന്ദചാമിയെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുക. എന്നാൽ ബലാത്സംഗ കുറ്റം, ഈ മൊബൈൽ ഉൾപ്പെടെയുള്ള സൗമ്യയുടെ സാധനങ്ങൾ മോഷ്ടിച്ചതിൻ്റെ കുറ്റം, അതുപോലെ പരിക്കേൽപ്പിച്ചതിൻ്റെ കുറ്റം, ഈ ട്രെയിനിലേക്ക് അയാൾ ചാടിക്കയറിയതുമായി ബന്ധപ്പെട്ട് വനിതാ കമ്പാർട്ട്മെൻറ്റിൽ ചാടിക്കയറിയതുമായി ബന്ധപ്പെട്ട കുറ്റം, ഇതെല്ലാം ഈ പ്രതിഭാഗം വക്കീലായ ആളൂർ പ്രതിക്ക് വേണ്ടി അംഗീകരിക്കുകയാണ്. അതെല്ലാം സമ്മതിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യത്തിൽ ഈ പ്രതി കുറ്റക്കാരനല്ല. സൗമ്യയ്ക്ക് മരണം സംഭവിക്കാൻ ഇടയായ പരിക്ക്, തലക്കേറ്റ പരിക്ക് ട്രെയിനിൽ നിന്നും ചാടിയതാണെന്നും ട്രെയിനിൽ അവൾ സ്വയം ഈ ട്രാക്കിലേക്ക് ചാടിയതാണെന്നും ഗോവിന്ദചാമി തള്ളിയിട്ടതല്ല എന്നുമാണ് ഈ പ്രതിക്ക് വേണ്ടി ആളൂർ സമർത്ഥമായി വാദിച്ച് ജയിച്ചത്. ഇവിടെയാണ് ഗോവിന്ദചാമിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും സക്സസ് ആയത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. പക്ഷേ ഒട്ടേറെ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കേസിൻ്റെ വിധിയെ തുടർന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഇതിനു വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകളെ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് ഈ പ്രതിഭാഗവും പ്രോസിക്യൂഷനും നേരിട്ട് തന്നെ കോടതിയിൽ സാക്ഷികളെ ഹാജരാക്കി അവരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഫോറൻസിക് മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഈ ഡോക്ടർ ഷെർലി വാസു, മറ്റ് 5 ഡോക്ടർമാർ എന്നിവരാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ആളുകൾ. ഇവരെയും ഈ കോടതിയിൽ മൊഴി എടുക്കുന്നതിനു വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു. മരണപ്പെട്ട ഈ സൗമ്യയുടെ ശരീരത്തിൽ 24 ആൻറ്റിമോർട്ടം മുറിവുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ഈ പരിക്കുകൾ ഒക്കെ തന്നെ നിർണായകമായ തെളിവുകളാണ് വന്നതാണ്. അതിൽ ഒന്നാമത്തെ പരിക്ക്, അതായത് ഒരു പ്രതലത്തിൽ തലയ്ക്ക് അടിയേറ്റ പരിക്ക്, ഈ സൗമ്യയെ അന്ധാളിപ്പിച്ചു. അതായത് പരിഭ്രാന്തിയാക്കി. പെട്ടെന്ന് ഒരു പുരുഷൻ ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി തല പിടിച്ച് ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതലത്തിലേക്ക് തള്ളി അടിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അന്താളിപ്പും അതിനെ തുടർന്ന് പ്രതികരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയും സംഭവിച്ചു. എന്നാൽ ഈ മുറിവുകൾ മരണത്തിന് കാരണമായ സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞതിനെ ആണ് ആളൂർ കോടതിയിൽ ഉയർത്തിക്കാണിച്ചത്. ഇത് തലയിൽ മുന്നോട്ടും പിന്നോട്ടും ശക്തമായി അടിച്ചാൽ മാത്രമേ ഈ പരിക്ക് സംഭവിക്കുകയുള്ളൂ. പൂർണ്ണമായും അബോധാവസ്ഥയിലാകേണ്ടതില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ പെൺകുട്ടിക്ക് മറ്റൊന്നും പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. പരിക്ക് വലത് കൈകൊണ്ട് പിന്നിൽ നിന്ന്
മുടി പിടിച്ച് ഒരു പരന്ന പ്രതലത്തിൽ 4-5 തവണ ഇടിച്ചതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ഡോക്ടർമാർ മൊഴി നൽകുകയുണ്ടായി. ഇത് വ്യക്തമായും CD-യിൽ തന്നെ ഈ പരിക്കുകളെല്ലാം തന്നെ എടുത്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇതിന് ശേഷം ആണ് ഈ പെൺകുട്ടിയെ ട്രാക്കിലേക്ക് ഇയാൾ തള്ളിയിടുന്നത്. തുടർന്നാണ് ഇയാൾ പിൻവശത്തുകൂടെ ചാടി ഇറങ്ങി ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നത്. ഈ റേപ്പിനെ തുടർന്നും ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്ത സമയത്ത് ഈ പെൺകുട്ടിയുടെ തലയ്ക്ക് മുറിവ് ഏറ്റിരുന്നു. ആ മുറിവിൽ നിന്നും രക്തം വാർന്നു പോവുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗോവിന്ദച്ചാമിക്ക് മനഃപൂർവ്വം ഈ പെൺകുട്ടിയെ കൊല്ലണം എന്ന ഉദ്ദേശം ഇല്ലായിരുന്നു എന്ന് ആളൂർ വാദിച്ച് ജയിച്ചു. ബലാത്സംഗം ചെയ്യണമെന്ന ഉദ്ദേശം ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ ഒറ്റയ്ക്കാണ് പെൺകുട്ടി എന്ന് മനസ്സിലാക്കി ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചാടിക്കയറുകയും തുടർന്ന് ഈ പെൺകുട്ടിയെ വശംവദയാക്കുന്നതിന് വേണ്ടി ബലാത്കാരമായി തന്നെ തല ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതലത്തിൽ ഇടിപ്പിച്ച് പെൺകുട്ടിയെ അവസ്ഥയിൽ ആക്കി തുടർന്ന് ബലാത്സംഗം ചെയ്യുക എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം. എന്നാൽ ഈ സമയത്ത് ഈ പെൺകുട്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടി എടുത്ത് ചാടി. അങ്ങനെ ചാടിയപ്പോൾ ഉണ്ടായ തലക്കടി ആണ് മരണത്തിന് കാരണമായത്. ഈ പെൺകുട്ടി വീണതിന് ശേഷവും ഇയാൾ ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ പിൻവശത്തുകൂടി ചാടി ഇറങ്ങി ഈ പെൺകുട്ടി വീണ സ്ഥലത്തേക്ക് എത്തി. അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിയെ ഇയാൾ റേപ്പ് ചെയ്യുന്നത്. അതായത് ഗുരുതര പരിക്കുകളോടുകൂടി കിടന്ന ഒരു പെണ്ണിനെയാണ് ഗോവിന്ദച്ചാമി റേപ്പ് ചെയ്തത്. അവളുടെ മൊബൈലും അയാൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഈ ചെയ്തത് 3 കുറ്റങ്ങളാണ് പ്രധാനമായും ഈ ഗോവിന്ദച്ചാമി ചെയ്തത്. ഒന്ന്, ഈ ട്രെയിനിലേക്ക് ചാടിക്കയറി ഈ പെൺകുട്ടിയെ പരിക്കേൽപ്പിച്ചു. അത് ബലാത്സംഗ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തു എന്നുള്ളതാണ്. തുടർന്ന് ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങിയതാണ് എന്ന് ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ആളൂർ വാദിക്കുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നു ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ പെൺകുട്ടിയെ ട്രാക്കിലേക്ക് തള്ളിയിട്ടതാണെന്നും പറയുന്നു. പക്ഷേ ദൃക്സാക്ഷികൾ ഇല്ല, സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളത്. നിലവിളി കേട്ടു എന്ന് പറയാൻ ആളുണ്ട്, പക്ഷേ ഗോവിന്ദച്ചാമി തള്ളിയിട്ടു എന്ന് പറയാൻ ഒരു സാക്ഷി പോലും ഇല്ല. അവിടെയാണ് ആളൂർ തൻ്റെ വാദം വളരെ ശക്തമായി ഉന്നയിച്ചത്. നേരിട്ട് തെളിവ് പറയാൻ നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ ഒരാൾ പോലും ഇല്ലാത്ത ഒരു കേസാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് ഗോവിന്ദച്ചാമി തള്ളിയിട്ടുകൊണ്ട് ആണ് ഈ സൗമ്യയുടെ തലയുടെ പിൻഭാഗത്ത് അടി ഏറ്റതെന്നും അതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നും പ്രോസിക്യൂഷന് വാദിച്ച് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇയാൾ അതായത് ആളൂർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം, അന്ന് കേരള പോലീസിനോട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആ സമയത്ത് ഒരു മധ്യവയസ്കൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് ഈ ട്രെയിനിൻ്റെ ചങ്ങല വലിക്കുന്നതിന് വേണ്ടി 2 സാക്ഷികൾ താൽപ്പര്യം കാണിച്ചെങ്കിലും അതിനെ തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ ഉണ്ട്. ആ മധ്യവയസ്കൻ്റെ ഫോട്ടോയും അഡ്രസ്സും ID കാർഡും കേരള പോലീസിന് കൈമാറി അയാളെ പ്രതിയുടെ സാക്ഷിയായി വിസ്തരിക്കുന്നതിന് വേണ്ടി അയാളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണം എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേരള പോലീസ് ആ പ്രതിയെക്കുറിച്ച് അന്വേഷിക്കുകയോ അയാളെ സാക്ഷിപ്പട്ടികയിൽ പെടുത്തി കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ല എന്ന് ഈ ആളൂർ വക്കീൽ കോടതിയിൽ പറഞ്ഞു. അതിന് കേരള പോലീസിന് നിഷേധിക്കാനും കഴിഞ്ഞില്ല. ഒരു പക്ഷേ അയാൾ ദൃക്സാക്ഷി ആയി അയാളെ നമുക്ക് ഇതിനകത്ത് പെടുത്താൻ കഴിയുമായിരുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കോടതിയെ എത്തിക്കുന്നതിന് ഈ പരാമർശം ശരിക്കും സാധൂകരണമായി മാറി എന്നും കൂടി പറയേണ്ടി വരുന്നു.
പക്ഷേ ആ ഭാഗം ഒന്നും തന്നെ പരിഗണിച്ചിട്ടില്ല ട്രയൽ കോർട്ടും അതുപോലെ ഹൈക്കോർട്ടും അപ്പീൽ വന്നപ്പോഴും. പക്ഷേ ആ ഭാഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ, ആ ഭാഗങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ ഗോവിന്ദച്ചാമി തന്നെയാണ് ഇത് ചെയ്തതെന്നും ഗോവിന്ദച്ചാമി തന്നെയാണ് തള്ളിയിട്ടതെന്നും കണ്ടെത്തിക്കൊണ്ടുള്ള, ഇതിലേക്ക് നയിച്ച, മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം തന്നെ കുറ്റം ഈ ഗോവിന്ദച്ചാമി ചെയ്തതാണെന്നും തന്നെ ട്രയൽ കോർട്ടും പിന്നീട് അപ്പീൽ കോർട്ടും കണ്ടെത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോടതികളും വധശിക്ഷയുടെ ഭാഗത്ത് തന്നെ നിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ. പക്ഷേ സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഈ ഭാഗത്തിന് സുപ്രീം കോടതി കൊടുത്ത ഒരു പ്രാധാന്യം, ദൃക്സാക്ഷികൾ ഇല്ല എന്നുള്ള പ്രതിഭാഗം ആളൂരിൻ്റെ വാദഗതിയും അതുപോലെ ഇയാൾ ഈ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശം, അങ്ങനെ ഒരു മോട്ടീവ് ഇല്ല എന്നുള്ള വാദഗതിയും ഒക്കെയാണ് സുപ്രീം കോടതി അപ്പീൽ, ആളൂരിൻ്റെ അപ്പീൽ അനുവദിക്കാൻ കാരണമായി കണ്ടെത്തിയത്. ഈ കേസിനെ സംബന്ധിച്ച് ഇനിയും മറ്റ് ചില വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്താനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ ആളൂർ വാദിച്ചതായ ചില കേസുകളും അതിൻ്റെ നാൾ വഴികളും എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. നന്ദി.